ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 4ാമത്തെ പാഠമാണ്. ഭാഗക്കണക്കുകൾ എന്ന പാഠത്തിലെ പേജ് നമ്പർ 56 പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ 1, 2, 3 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യത്തിൽ 5 കണക്കുകളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് 1/4 കൂട്ടണം 1/8. അപ്പോൾ നമ്മൾ 1/4 ഗുണിക്കണം 1/8. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 4ഉം 8ഉം ഛേദം വ്യത്യസ്തമാണ്. അപ്പോൾ ഛേദത്തിനെ നമ്മൾ ഒരുപോലെ ആക്കുക എന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? ലസാഗു കണ്ടുപിടിക്കണം. ഇവിടെ ഛേദങ്ങൾ 4ഉം 8ഉമാണ്. 4ൻ്റെ ഗുണിതങ്ങൾ 4, 8, 12 അങ്ങനെ പോകുന്നു. 8ൻ്റെ ഗുണിതങ്ങൾ എത്രയാണ്? 8, 16. അപ്പോൾ 4ൻ്റെയും 8ൻ്റെയും ലസാഗു എത്രയാണ്? 8ആണ് അല്ലേ? ഏറ്റവും ചെറിയ പൊതുഗുണിതത്തിനെയാണ് നമ്മൾ ലസാഗു എന്ന് പറയുന്നത്. അപ്പോൾ 4ൻ്റെയും 8ൻ്റെയും ലസാഗു എത്രയാണ്? 8ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 1/4 ഛേദം 8ആക്കി മാറ്റൂ. അപ്പോൾ 1/4 ഛേദം 8ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മൾ 1/4 ഗുണിക്കണം 2 ചെയ്തപ്പോൾ 2/8 കിട്ടി. ഇനി അടുത്തത് നമുക്ക് 1/8നാണ്. 1/8 നമ്മൾ ഛേദം 8ആക്കി മാറ്റേണ്ടതല്ല, അത് ഓൾറെഡി അങ്ങനെ തന്നെയാണ് അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് 2 കൂട്ടാണ്. 2/8 കൂട്ടണം 1/8. അപ്പോൾ നമുക്ക് 2ഉം 1ഉം കൂട്ടി 2ഉം 1ഉം കൂട്ടിയപ്പോൾ 3 കിട്ടി. 3/8. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 3/8. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇനി നമുക്ക് അടുത്തത് 3/4 കൂട്ടണം 1/6. ഇവിടെയും നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4ഉം 6ഉം വ്യത്യസ്തമായിട്ടുള്ള ഛേദങ്ങളാണ് നമുക്കുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലസാഗു കണ്ടുപിടിക്കണം. അപ്പോൾ 4ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 4, 8, 12, 16, 20 അങ്ങനെ പോകുന്നു. ഇനി 6ൻ്റെ ഗുണിതങ്ങൾ നോക്കിയാലോ? 6, 12, 18, 24 അങ്ങനെ പോകുന്നു. ഇനി ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണ്? ഏറ്റവും ചെറിയ പൊതുഗുണിതമാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ പൊതുഗുണിതം എന്ന് പറയുന്നത് എന്താണ്? 12 ആണല്ലേ? അപ്പോൾ 4ൻ്റെയും 6ൻ്റെയും ലസാഗു എന്ന് പറയുന്നത് 12ആണ്. ഇനി നമ്മൾ ഇത് 2നെയും 12ലേക്ക് മാറ്റണം അല്ലേ? ഇത് 2ൻ്റെയും ഛേദം നമ്മൾ 12ലേക്ക് മാറ്റണം. ആദ്യം നമുക്ക് 3/4 ഛേദം 12ആക്കി മാറ്റാം. അപ്പോൾ 3/4ആണ്. അപ്പോൾ ഇവിടെ 12ആണ് ഛേദം. 4നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് 12 മാറുക. അപ്പോൾ നമ്മൾ അംശത്തെയും 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3 ഗുണിക്കണം 3 എത്രയാണ്? 9. 9/12. ഇനി അടുത്തത് നമ്മളത് 1/6ആണ്. 1/6നെ നമ്മൾ ഛേദം 12ആക്കി മാറ്റാണ്. 1/6 ഗുണിക്കണം 2/2. അതായത് 1 ഗുണിക്കാൻ 2, 2, 6 ഗുണിക്കാൻ 2, 12. ഇനി രണ്ടും ഛേദം 1ആയി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ അംശങ്ങൾ തമ്മിൽ നമ്മൾ കൂട്ടി 9 കൂട്ടണം 2. 9 കൂട്ടണം 2 എന്ന് പറയുന്നത് എത്രയാണ്? 11/12. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 11/12. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യവും ഛേദം വ്യത്യസ്തമാണ്. 1/3 കൂട്ടണം 2/5ആണ്. അപ്പോൾ നമ്മൾ എന്ത് ഛേദം വ്യത്യസ്തമാണ് അപ്പോൾ നമ്മൾ എന്ത് ലസാഗു കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലസാഗു കണ്ടുപിടിക്കണം. അപ്പോൾ ഛേദം എന്താണ്? 3ആണ് 5ആണ്. അപ്പോൾ നമുക്ക് 3ൻ്റെ ഗുണിതങ്ങൾ എഴുതി നോക്കാം. 3ൻ്റെ ഗുണിതങ്ങൾ 3, 6, 9, 12, 15, 18. ഓക്കെ. ഇനി 5ൻ്റെ ഗുണിതങ്ങൾ എഴുതി നോക്കിയാലോ? 5, 10, 15, 20 അങ്ങനെ പോകുന്നു. ഇപ്പോൾ ഏറ്റവും ചെറിയ പൊതുഗുണിതം ഇതിലേതാണ്? 15 ആണല്ലേ? ഇവിടെ 15ആണ് പൊതുഗുണിതം. അപ്പോൾ 5ൻ്റെയും 3ൻ്റെയും ലസാഗു എന്ന് പറയുന്നത് 15ആണ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ 3നെയും 5നെയും നമ്മൾ എന്തിലേക്ക് മാറ്റണം? 15ലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് 1/3
ഛേദം 15 മാറ്റുന്നു. അപ്പോൾ നമ്മൾ 1/3 15 മാറ്റണമെങ്കിൽ 3 5 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 15 കിട്ടുക. അപ്പോൾ നമ്മൾ അംശത്തെയും 5 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് 5 കിട്ടി. 1 ഗുണിക്കണം 5 5, 3 ഗുണിക്കണം 5 15. ഇനി അടുത്തത് സംഖ്യ ഏതാണ്? 2/5 ആണ്. 2/5നെയും ഇതേപോലെ നമ്മൾ ഛേദം 15 മാറ്റാണ്. അപ്പോൾ 2/5 ഗുണിക്കണം 3/3, അതായത് 5നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് ഛേദം 15 കിട്ടുക. അപ്പോൾ നമ്മൾ അംശത്തെയും അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു. 2 ഗുണിക്കണം 3 6. ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടി? 5/15 കിട്ടി, അതേപോലെ 6/15 കിട്ടി. ഇനി 5ഉം 6ഉം എത്രയാണ്? 11ആണ്. 11/15. ഇതിനെ നമുക്ക് ലളിതമാക്കാനൊന്നും കഴിയില്ല, അതുകൊണ്ട് നമുക്ക് ലഘൂകരിച്ച് എഴുതാനൊന്നുമില്ല. നമുക്ക് അവസാനത്തെ ഉത്തരം എന്താണ്? 11/15 ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം എന്താണ്? 1/2 കൂട്ടണം 2/5. 1/2 ഗുണിക്കണം കൂട്ടണം 2/5. ഇവിടെയും എന്താണ്? ലസാഗു കണ്ടുപിടിക്കണം. 2ൻ്റെയും 5ൻ്റെയും വ്യത്യസ്തമായ ഛേദങ്ങളാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ലസാഗു കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 2ൻ്റെ ഗുണിതങ്ങൾ നോക്കാം. അപ്പോൾ 2 4 6 8 10. ഇനി 5ൻ്റെ ഗുണിതങ്ങൾ നോക്കിയാലോ? 5 10 15. ഓക്കെ. ഇനി 2ൻ്റെയും 5ൻ്റെയും ലസാഗു ഇവിടെ ഏതാണ്? ഏറ്റവും ചെറിയ പൊതുഗുണിതം ഏതാണ്? 10 ആണ്. അപ്പോൾ ലസാഗു എത്രയാണ്? 10 അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 2ൻ്റെയും 5ൻ്റെയും ഛേദം എന്താക്കി മാറ്റണം? 10 മാറ്റണം. അപ്പോൾ 10 മാറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 1/2നെ ഛേദം 10 മാറ്റണം. അപ്പം 10 മാറ്റണമെങ്കിൽ 2നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 10 കിട്ടുക? 5 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 10 കിട്ടുക. ഇപ്പോൾ 2 ഗുണിക്കണം 5 10 ചെയ്തു. അപ്പോൾ ഈ 5 കൊണ്ട് തന്നെ നമ്മൾ അംശവും ഗുണിക്കുന്നു. 1 ഗുണിക്കണം 5, അപ്പോൾ 5. അപ്പോൾ ആദ്യത്തെ 1/2 നമുക്ക് എന്ത് കിട്ടി? 5/10 കിട്ടി. ഇനി അടുത്തത് എന്താണ്? അടുത്തത് 2/5 ആണ്. ഇതിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഛേദം 10 മാറ്റണം. അപ്പോൾ 5നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് ഛേദം 10 കിട്ടി. അതേപോലെ നമ്മൾ അംശത്തെയും 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 4 കിട്ടി. അപ്പോൾ 2 ഗുണിക്കണം 2 4. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാണ് വേണ്ടത്. ഇവിടെ 5/10 കിട്ടി, ഇവിടെ 4/10 കിട്ടി. അപ്പോൾ 5/10 കൂട്ടണം 4/10. ഓക്കെ. 5ഉം 4ഉം എത്രയാണ്? 5ഉം 4ഉം കൂട്ടിയാൽ നമുക്ക് 9 കിട്ടും. ഛേദം നമ്മുടെ 10 തന്നെ. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 9/10 നമ്മുടെ ഉത്തരം. ഇനി ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ചോദ്യമാണ് 2/3 കൂട്ടണം 1/5. ഇവിടെയും ഛേദം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ലസാഗു കണ്ടുപിടിക്കണം. ഓക്കെ. 3ൻ്റെയും ഛേദങ്ങൾ 3ഉം 5ഉം ആണ്. അപ്പോൾ 3ൻ്റെ ഗുണിതങ്ങൾ 3 6 9 12 15 18. 5ൻ്റെ ഗുണിതങ്ങൾ 5 10 15 20. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ പൊതുഗുണിതം ഏതാണ്? 15 ഇവിടെ വരുന്നത്. ഓക്കെ. അപ്പോൾ 3ൻ്റെയും 5ൻ്റെയും ലസാഗു എന്താണ്? 15. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്തതായിട്ട് നമുക്ക് ഈ ഛേദങ്ങളെയൊക്കെ 15 മാറ്റണം. ഛേദങ്ങളെ നമ്മൾ എന്താക്കി മാറ്റണം? 15 മാറ്റണം. അപ്പോൾ 15 കിട്ടണമെങ്കിൽ ഈ 3നെ എന്തുകൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3നെ 5 കൊണ്ട് ഗുണിച്ചാൽ 2നെയും നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2 ഗുണിക്കണം 5 10, 3 ഗുണിക്കണം 5 15. ഇനി അടുത്തത് 1/5ൻ്റെ ഛേദം നമ്മൾ 15 മാറ്റുന്നു. അപ്പോൾ 15 ആക്കണമെങ്കിൽ 5നെ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 5 ഗുണിക്കണം 3 15, 1 ഗുണിക്കണം 3 3. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാണ് വേണ്ടത്. ഇപ്പോൾ 10/15 കൂട്ടണം 3/15. അപ്പോൾ 10 കൂട്ടണം 3 13, 13/15. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 13/15. അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തത്. 5 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഛേദം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഛേദത്തെ ഒരുപോലെ ആക്കുക. അപ്പോൾ 4ൻ്റെയും 8ൻ്റെയും പറഞ്ഞതിൽ 4ൻ്റെ 8ൻ്റെയും ഏറ്റവും ചെറിയ പൊതുഗുണിതം അഥവാ ലസാഗു എത്രയായിരുന്നു? 8 അപ്പോൾ നമ്മൾ 8നെ കൊണ്ട് 8 ഛേദമാക്കി മാറ്റി. ഇവിടെ രണ്ടാമത്തെ കേസ് വരുമ്പോൾ നമ്മൾ 4ൻ്റെയും 6ൻ്റെയും
പൊതുഗുണിതം കണ്ടുപിടിച്ചു. അത് നമുക്ക് 12 കിട്ടി. അപ്പോൾ നമ്മൾ ഛേദത്തിനെ 12ലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 11/12 കിട്ടി. ഇനി മൂന്നാമത്തെ കേസ് വരുമ്പോൾ 1/3 കൂട്ടണം 2/5. ഇവിടെ 3ൻ്റെയും 5ൻ്റെയും നമ്മൾ പൊതുഗുണിതം എടുത്തു. അപ്പോൾ അത് എത്രയാണ്? നമുക്ക് 5 കിട്ടിയതല്ലേ. 3ൻ്റെയും 5ൻ്റെയും ഗുണിതങ്ങൾ എഴുതിയപ്പോൾ അതിൽ പൊതുവായിട്ട് വന്നത് 15 അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 15 നമ്മുടെ ഛേദമാക്കി മാറ്റിയത്. ഇനി അടുത്തത് 2ഉം 5ഉമാണ്. 2ൻ്റെയും 5ൻ്റെയും ഗുണിതങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും ചെറിയ പൊതുഗുണിതം ഏതാണ്? 10. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയായിരുന്നു? 1/2. അതായത് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 9/10. ഇനി അടുത്തത് 2/3 കൂട്ടണം 1/5. ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു? 3ൻ്റെയും 5ൻ്റെയും ഗുണിതം എടുത്തു. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ പൊതുഗുണിതമായിട്ട് വന്നത് ഏതായിരുന്നു? 15. അപ്പോൾ നമ്മൾ ആ 15 നമുക്ക് ആൻസർ 13/15 കിട്ടിയത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ 9/10 കിട്ടിയത്. ഓക്കെ, മൂന്നാമത്തേതിൻ്റെ ആൻസർ 11/15. ഇത് 11/12. ഫസ്റ്റ് 3/8. അപ്പോൾ നമ്മൾ എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പേജ് നമ്പർ 56ലെയും 57ലെയും ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്തൊരു കണക്കാണ്. ഒരു ടാപ്പും ടാങ്കുമായിട്ടുള്ള ഒരു കണക്കാണ് ചെയ്യാനുള്ളത്. അതിൻ്റെ മൂന്നാമത്തെ ചോദ്യം അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. കുറച്ച് ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ് കട്ട് ചെയ്ത് വീഡിയോ ഇടുന്നത്. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ എല്ലാ പ്രോബ്ലംസിൻ്റെയും വീഡിയോസും ഒന്നായിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് 4 പാർട്ടുണ്ട്, 4 ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് 4 വിശദമായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.